ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീംകോടതിയിൽ ഇന്ന് വാദം പുനരാരംഭിക്കും. യുവതീ പ്രവേശനത്തിനെതിരെയുള്ള പുനഃപരിശോധനാ ഹർജികളെ പിന്തുണയ്ക്കുന്നവരുടെ വാദമായിരിക്കും വിശാല ഭരണഘടനാ ബെഞ്ചിൽ നടക്കുക. സമയം ലഭിച്ചാൽ സംസ്ഥാന സർക്കാർ ഇന്ന് വാദം നടത്തിയേക്കും. അർജുൻ പീതാംബരനുണ്ട് ഡൽഹിയിൽ നിന്നും. അർജുൻ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. അമൽ, ഇന്നും ഈ യുവതീ പ്രവേശനത്തെ യുവതീ പ്രവേശനം പുനഃപരിശോധിക്കണം എന്നുള്ള കാര്യത്തെ അനുകൂലിക്കുന്നവരുടെ വാദമാണ് സുപ്രീം കോടതിയിൽ നടക്കാൻ പോകുന്നത്. ഈ വാദങ്ങൾക്കൊപ്പം തന്നെ സമയം ലഭിക്കുകയാണെങ്കിൽ സംസ്ഥാന സർക്കാരും വാദം ഉന്നയിക്കും. പക്ഷേ അപ്പോഴും സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ വാദം ഉന്നയിക്കുന്നവർ നേരത്തെ തന്നെ അതിനുള്ള നിശ്ചിത സമയം മുൻകൂർ അറിയിക്കണം എന്നുള്ള കാര്യം കൂടി കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതിൽ കഴിഞ്ഞ ദിവസം വാദം നടന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ചില പ്രധാന കാര്യങ്ങൾ ഇന്നിപ്പോൾ വാദം തുടരുന്ന സമയത്തും അത് നിർണായകമാകുമെന്നുള്ള കാര്യം തന്നെയാണ്. അതിൽ ഒന്നാമത്തേത്, ഈ നേരത്തെ വാദം നടക്കുന്ന സമയത്ത് ഇതിൽ കേരള സർക്കാർ ഉന്നയിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ടായിരുന്നു. അവരുടെ സത്യവാങ്മൂലം എന്നുള്ള തരത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ടായിരുന്നു. ഈ യുവതീ പ്രവേശനത്തെ സംബന്ധിച്ച് തീരുമാനം എടുക്കേണ്ടത് അത് തങ്ങൾക്കോ കോടതിക്കോ സാധിക്കില്ല, മറിച്ച് മതപണ്ഡിതരെയും അതുപോലെ തന്നെ സാമൂഹിക നേതാക്കളുടെയും ഒരു സമിതി ഉണ്ടാക്കി അവരുടെ പരിഗണനയ്ക്ക് വിടണം. അതിനുശേഷം അവരുടെ കൂടി അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷമായിരിക്കണം സുപ്രീം കോടതി ഇതിലൊരു തീരുമാനം എടുക്കേണ്ടത് എന്നുള്ളൊരു വാദമായിരുന്നു നേരത്തെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചത്. അതിൽ പന്തളം കൊട്ടാരത്തിലെ മുതിർന്ന അംഗം ഒരു വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. കാരണം നേരത്തെ കേരള ഹൈക്കോടതിയിൽ ഈ മകരജ്യോതിയുടെ വസ്തുതാന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള ഹർജികളിൽ അത് അന്വേഷണം നടത്തേണ്ടതില്ല എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള നിലപാട് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ എടുത്തിരുന്നു. എന്നാൽ അതുപോലൊരു നിലപാട് സുപ്രീം കോടതിയിൽ ഈ യുവതീ പ്രവേശനത്തെ സംബന്ധിച്ച് എടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് വിമർശനമായി എന്തായാലും ഇപ്പോൾ പന്തളം കൊട്ടാരത്തിലെ മുതിർന്ന അംഗം ഇപ്പോൾ വ്യക്തമാക്കി കാണിച്ചിരിക്കുന്നത്. എന്തായാലും അതുകൊണ്ടൊക്കെ തന്നെ ഇന്നും ഈ കേസിൽ ഈ ഹർജികളിൽ സുപ്രീം കോടതിയിൽ വാദം തുടരുന്ന സമയത്ത് അതെല്ലാം തന്നെ ആ നിരീക്ഷണമെല്ലാം തന്നെ നിർണായകമാകും. അതിൽ തന്നെ സുപ്രീം കോടതി ഏത് തരത്തിലുള്ള നിരീക്ഷണങ്ങളായിരിക്കും നടത്താൻ പോകുക എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടായിരിക്കും. അതുപോലെ തന്നെ ഈ പള്ളികളിലെ യുവതീ പ്രവേശനത്തെ സംബന്ധിച്ച് അത് ഈ ശബരിമലയെ ബന്ധപ്പെട്ടില്ല, പക്ഷേ അതിനോടൊപ്പം തന്നെ കേട്ടുപോകുന്ന ഹർജികളിൽ ഉള്ളത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കോടതിയിൽ ഈ വാദം നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു. ഏറ്റവും പ്രധാനമായിട്ടും പള്ളികളിൽ പ്രവേശിക്കുന്നതിന് സ്ത്രീകൾക്ക് നിയന്ത്രണമില്ലെന്നുള്ള കാര്യമാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് സുപ്രീം കോടതിയെ അറിയിച്ചത്. പക്ഷേ അതിൽ തന്നെ പറയുന്നുണ്ട് സ്ത്രീകൾക്ക് പള്ളിയിൽ തന്നെ നിസ്കരിക്കണം അല്ലെങ്കിൽ പ്രാർത്ഥന നടത്തണം എന്നുള്ള കാര്യം നിർബന്ധമില്ല എന്നുള്ള കാര്യം കൂടിയാണ് അന്ന് സുപ്രീം കോടതിയിൽ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് അറിയിച്ചത്. എന്തായാലും ഇന്ന് വീണ്ടും വാദം തുടങ്ങുന്ന സമയത്ത് ഇക്കാര്യങ്ങളെല്ലാം തന്നെ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരും. അതിൽ എന്തൊക്കെ നിരീക്ഷണങ്ങളാണ് സുപ്രീം കോടതി എടുക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് പ്രധാനം. ക്രിസ്റ്റീന, അമൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.